ഞങ്ങളുടെ മീനുട്ടി, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കുട്ടി എന്നുള്ളൊരു സാധനം എല്ലാവർക്കും ഉണ്ട്. ഞാൻ അത് ഭയങ്കര എൻജോയ് ചെയ്യുന്ന ആളാണ്. അമർ അക്ബറും ഒപ്പോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഒരു വലിയ അങ്ങനത്തെ ഒരു ബാനർ വർക്ക് ചെയ്യുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ്. ത്രൂ ഔട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് പ്രൈവറ്റിലാണ്. അപ്പം എനിക്ക് തന്നെ അത് ഭയങ്കര സന്തോഷമുണ്ട്. ഞാനായാലും ഇന്ദ്രൻസകളായാലും ഇത്രയും കൂടുതൽ ടേക്കുകൾ പോയതും ഇത്രയും വഴക്കുണ്ടാക്കി ചെയ്തതും ഒരു സിനിമ പ്രൈവറ്റ് ആയിരിക്കും. അത് ഭയങ്കരമായിട്ടുണ്ട്. അങ്കിളൊരു സംഭവമാണ്. അങ്കിളൊരു ക്യാരക്ടറിന് വേണ്ടി എടുക്കുന്ന എഫേർട്ട് ഭയങ്കര. കാരണം ഒന്നിനൊന്നിനോട് സാമ്യം വരരുതെന്ന് അങ്കിൾ തന്നെ ഒരു നിർബന്ധമുണ്ട്. എനിക്ക് ആദ്യമായിട്ടാണ് എൻ്റെ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഇത്രയും പോസിറ്റീവ് റിവ്യൂസ് വന്നൊരു ഇത് ഞാൻ കാണുന്നത്. ഒരു കമന്റ് ബോക്സ് അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പ്രൈവറ്റിന്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അതിന് മ്യൂട്ടും കുറെ സീനൊക്കെ കട്ട് ചെയ്ത് പോകേണ്ടതായിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. ആക്ച്വലി പ്രൈവറ്റിന്റെ റിലീസ് ഡേറ്റ് വേറൊരു ദിവസമായിരുന്നു. അതിന് ഈ സെൻസർ ഇഷ്യൂ വന്നതുകൊണ്ടാണ് നമ്മളത് മാറ്റി പിന്നെ 10th ആക്കിയത്. പ്രൈവറ്റിൽ സ്ട്രോങ് ആയിട്ടൊരു പൊളിറ്റിക്സ് പറയുന്നുണ്ട്, പക്ഷെ അത് അവരുടേതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. പ്രേക്ഷകർക്ക് വേണമെങ്കിൽ അത് യോജിക്കാം, യോജിക്കാതിരിക്കാം. സിനിമയായിട്ട് കണ്ട് മാത്രം അതിനെ അക്സെപ്റ്റ് ചെയ്യാം. പേഴ്സണലായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും ആവാം. അത് അവരുടെ ചോയ്സാണ്. FBയിലെ ക്യാപ്ഷൻസ് ഒന്നും തന്നെ പ്ലാൻഡ് ആയിട്ടുള്ളതല്ല. അതങ്ങനെ ഇപ്പൊ ഞാൻ കാണാറുണ്ട് അത് PR വർക്കാണെന്ന് പറഞ്ഞിട്ട്. അത് കേൾക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. FB ലവേഴ്സിന് ഒരു സന്തോഷമായി കാണും ജെൻസി എന്നുള്ള ഒരാള്. എനിക്ക് ആങ്കർ ചെയ്യാൻ തീരെ അറിയില്ലാത്ത ആളാണെന്നേ ഞാൻ പറയുള്ളൂ. ഒപ്പത്തിലെ ഹിന്ദിയിൽ ഞാൻ പ്രിയനങ്ങളുടെ വിളിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു യാത്ര ചെയ്യാതെ എന്നെ ഓടിച്ചു. അതെ, എന്നെ ഓടിച്ചു. നമുക്കൊരു ഓവർ ബഹുമാനത്തിനെ കഴിഞ്ഞും ഭയങ്കര ഒരു ഇഷ്ടമുണ്ട്. എന്റെ ലാലങ്കൽ എന്നുള്ളൊരു സാധനം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പ്രേക്ഷകരുടെ മനസ്സിലൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, നമുക്ക് ആ കുഞ്ഞിനെ രക്ഷിക്കായിരുന്നു. ആ സ്നേഹം കൊണ്ടാണ് പിന്നീട് അങ്ങോട്ട് വന്ന് എനിക്കുള്ള എല്ലാ അക്സെപ്റ്റൻസും ഈ പാത്തു വഴിയുള്ള സ്നേഹമാണ്. ഇപ്പൊ നമ്മൾ കുഞ്ഞിലെ ചോദിക്കല്ലോ എന്താവാനാണ് ആഗ്രഹം എന്ന്. അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റുന്നതിനെ കഴിഞ്ഞും അപ്പുറത്തൊരു സ്റ്റേജിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. നമ്മൾ ബാലതാരമായിട്ട് കണ്ട് അഭിനയവും അവരുടെ ഒരു കുട്ടിത്വവും കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട ചില അഭിനേതാക്കൾ ഉണ്ടാവും. അവർ വളർന്ന് വലുതായി നല്ല നല്ല വേഷങ്ങളിൽ വളരെ ഡെപ്തുള്ള ഒരു റോൾസ് ഒക്കെ പോർട്രേ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തോ ആ വേഷത്തിൽ ആദ്യമായി എത്തുന്ന നായകന്മാരോടോ തോന്നുന്നതിനേക്കാൾ ഒരു ഇഷ്ടം നമ്മുടെ കുട്ടി വളർന്ന് വലുതായി നല്ല ഭംഗിയിലോ വേഷങ്ങളോ അവതരിപ്പിക്കുന്നു എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടും. അങ്ങനെ ഒരു ഫീല് തന്നൊരു സിനിമയെ കണ്ടിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്, പ്രൈവറ്റ്. ആ പ്രൈവറ്റിലെ മനോഹരമായിട്ടുള്ള പെർഫോമൻസ് നടത്തിയ മീനാക്ഷി ഇന്ന് റിപ്പോർട്ടറിനൊപ്പം ഉണ്ട്. സ്വാഗതം. താങ്ക് യു ചേച്ചി. അപ്പോൾ മീനാക്ഷി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഇപ്പം അമർ അക്ബർ, അന്തോണി ഉണ്ട്, അങ്ങനെ കുറേ സിനിമകളിലെ ഒപ്പത്തിലൊക്കെ നമ്മളിങ്ങനെ കണ്ടു. അപ്പം മീനാക്ഷി സിനിമയിൽ ഇങ്ങനെ വളർന്ന് വരുന്നത് ഞങ്ങളും ഒപ്പം പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. അപ്പം മീനാക്ഷി നല്ല ഭംഗിയുള്ള ഒരു വേഷമാണ് പ്രൈവറ്റിൽ ചെയ്തിരിക്കുന്നത്. വളരെ ഡെപ്ത് ഉള്ള ഒരുപാട് ഷെയ്ഡുകളുള്ള ഒരു കഥാപാത്രമാണ്. അപ്പം അത് കാണുന്ന സമയത്ത് ഇറ്റ് ഫീൽസ് ലൈക്ക് ഒരു പേഴ്സണൽ അച്ചീവ്മെന്റ് നമുക്ക് കിട്ടിയ പോലെ. എനിക്കും അത് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അങ്ങനെ കേൾക്കുന്നതല്ല. കാരണം എല്ലാ സ്ഥലത്തും നമ്മൾക്ക് അങ്ങനെ ഒരു അച്ചീവ്മെന്റ് കിട്ടണമെന്നില്ല. ഞാനും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുന്നതാണല്ലോ ആദ്യമായിട്ട്. അപ്പൊ അങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്തു എന്നറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ പ്രൈവറ്റിലാണ് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ കുറച്ചും കൂടെ ഒരു മെച്യൂർ റോള്, ഭയങ്കര മെച്യൂർ റോൾ എന്നല്ല, പക്ഷെ ലോകം കാണാൻ ആഗ്രഹിക്കുന്ന, അങ്ങോട്ടൊക്കെ ഓടിപ്പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രമാണ്. പക്ഷെ അങ്ങനത്തെ വേഷങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ല. മേ ബി മീനാക്ഷിയുടെ ഇപ്പൊ ഉള്ള റിയൽ ഏജിനോട് വളരെയധികം ചേർന്ന് കഥാപാത്രം. അപ്പം ഇത്തരം വേഷങ്ങൾ നേരത്തെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആണോ ഇങ്ങനെ മീനാക്ഷിനെ പോർട്രേ ചെയ്യുന്ന ഒരു ഫസ്റ്റ് മൂവി അപ്രോച്ച് ചെയ്യുന്നത്? അങ്ങനെ മെച്ചോർഡ് ആയിട്ട് ഏജ് വൈസ് ഒക്കെ ഇത്തിരി കൂടിയ ഏജ് വൈസ് മെച്ചോർഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ മുന്നേ വന്നിട്ടുണ്ട്. ഒരു നായിക ലെവൽ കഥാപാത്രം അങ്ങനെയൊക്കെ. പക്ഷെ അത് ചെയ്യാനായിട്ട് അത് ചെയ്യുമ്പം അതിൽ കിടക്കുന്ന ഒരു റിസ്ക് ഫാക്ടർ എന്താന്ന് വെച്ചാൽ എനിക്ക് നിർബന്ധമുള്ള ഒരു കാര്യമായിരുന്നു. എന്നെ ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ ഞങ്ങളുടെ മീനുട്ടി, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കുട്ടി എന്നുള്ളൊരു സാധനം എല്ലാവർക്കും ഉണ്ട്. ഞാൻ അത് ഭയങ്കര എൻജോയ് ചെയ്യുന്ന ആളാണ്. അപ്പൊ എനിക്കത് ഇഷ്ടമാണ് എന്നെ അങ്ങനെ പറയുന്നതും എന്നോട് വന്ന ആൾക്കാർ മിണ്ടുന്നതൊക്കെ ഞാൻ ഭയങ്കര കാര്യമായിട്ട് കാണുന്ന ആളാണ്. അപ്പം എനിക്ക് നിർബന്ധമായിരുന്നു ഞാൻ പെട്ടെന്ന് അങ്ങനെ ഒരു റോൾ എടുക്കുന്ന സമയത്ത് ആൾക്കാരുടെ മനസ്സിലുള്ള ഒരു സാധനം പെട്ടെന്ന് അങ്ങ് പൊളിച്ചും മാറ്റുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം എനിക്കിപ്പം 20 വയസ്സാണ്. അപ്പം ഇത് കഴിഞ്ഞാലും സിനിമകൾ എപ്പോഴും നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം 20 വയസ്സ് കഴിഞ്ഞാലും നമുക്ക് അങ്ങനെയുള്ള വയസ്സുകൊണ്ട് മെച്ചോർഡായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷെ ഇപ്പൊ പ്രൈവറ്റിൽ ചെയ്ത പോലെ മെച്ചോർഡാണ് എന്നാൽ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള എൻ്റെ ആർക്കും മനസ്സിലൊരു ബുദ്ധിമുട്ടുണ്ടാവാത്ത വിധം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രം പ്രൈവറ്റിൽ മാത്രമാണ് വന്നിരുന്നത്. അതൊരു വളരെ ഒരു സേഫ് സോൺ ആയിരുന്നു. പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങളും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുന്നത് ഞാൻ പ്രൈവറ്റിലാണ്. അപ്പം എനിക്ക് എന്തുകൊണ്ടും ആ സിനിമ ഭയങ്കര സ്പെഷ്യലാണ്. കാരണം
ഇനി ഇങ്ങനൊരു സിനിമ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അമർ അക്ബറും ഒപ്പോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഒരു വലിയ അങ്ങനത്തെ ഒരു ബാനർ വർക്ക് ചെയ്യുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ്. അത് കഴിഞ്ഞിട്ട് അതും അങ്ങനെ ത്രൂ ഔട്ട് അല്ല, ഒരു സെന്റർ ഇതാണെങ്കിലും ത്രൂ ഔട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് പ്രൈവറ്റിലാണ്. അപ്പം എനിക്ക് തന്നെ അത് ഭയങ്കര സന്തോഷമുണ്ട്. പ്രൈവറ്റ് ഭയങ്കര നല്ലൊരു മൂവിയാണ്, ഇത്രയും നല്ല അക്സെപ്റ്റൻസ് കിട്ടുന്നു എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പൊ ഇപ്പോഴത്തെ ഒരു സമയത്ത് നമുക്കറിയാം, ഒരു കാസ്റ്റ് വാല്യൂവിനെയൊക്കെ കഴിഞ്ഞും കൂടുതൽ നല്ല സിനിമയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത്, അത് നമുക്ക് ഭയങ്കര ധൈര്യമുള്ളൊരു സംഭവം. ഇപ്പം ഈ സിനിമയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈവറ്റില് ഒരുപാട് രസമുള്ള മൊമെന്റ്സ് ഉണ്ട്. ഇപ്പം ബാലമാഷിനെ കണ്ടതിന് ശേഷം നിങ്ങൾ അവിടെ പോയിട്ട് ഇരിക്കുന്ന ഒരു സമയമാണെങ്കിലും ആളായിട്ടുള്ള ഒരു കോൺവെർസേഷൻസ് ഒരുപാടുണ്ട്. അപ്പം അതിനകത്ത് ഓരോ വാചകവും പറയുന്നതില് പ്രേക്ഷകർ ഇങ്ങനെ ആ ടൈമിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങളുണ്ട്. ഇപ്പൊ എസ്പെഷ്യലി ഒരു മൊമെന്റില് ബാലമാഷി വിളിക്കുമ്പം അക്ഷിത കൂടെ ചെല്ലുവാണ്. അങ്ങനെ ചെല്ലുന്ന സമയത്ത് നമ്മുടെ മൊമെന്റ് കയ്യിൽ ചോദിക്കും, അപ്പൊ ഇങ്ങനെ എന്തീ കുട്ടി ഇങ്ങനെ പെട്ടെന്ന് പോകുന്നു. പക്ഷെ അതിന് കറക്റ്റ് ആയിട്ടൊരു ഡയലോഗ് അവിടെ, നമ്മളുടെ ഒരു ക്യൂരിയോസിറ്റിനെ പറയുന്ന ഡയലോഗ് അവിടെ കറക്റ്റ് ആയിട്ട് വരും. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നി അത് മീനാക്ഷി എന്നെ പറഞ്ഞതായിരിക്കും ആ ഡയലോഗ്, തോന്നല് വന്നു ഇങ്ങനെയല്ല ചേട്ടാ. പക്ഷെ പ്രൈവറ്റിന്റെ കേസിൽ മുന്നുള്ള സിനിമകളിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പ്രൈവറ്റിന്റെ കേസിൽ അത് കംപ്ലീറ്റ് ആയിട്ടും ദീപക്കേട്ടന്റെ കയ്യിലായിരുന്നു. കാരണം അത്രയും തോട്ട് ഔട്ട് ഇതെല്ലാം ഭയങ്കരമായിട്ട്, കാരണം ദീപക്കേട്ടന് എല്ലാത്തിനെ പറ്റിയും വളരെ കൃത്യമായിട്ടൊരു ധാരണ ഉണ്ട്. ഇതിന്റെ കഥ പറയാൻ എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് പ്രൈവറ്റിന്റെ സെറ്റിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട, അതായത് സിനിമയിൽ യൂസ് ചെയ്യേണ്ട കോസ്റ്റ്യൂമിന്റെ കളർ പാലറ്റ് വരെയായിട്ട് അവർ എൻ്റെ അടുത്ത് വന്നത്. ഇന്ന കളേഴ്സ് ആയിരിക്കും നമ്മൾ സിനിമയിൽ യൂസ് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു തട്ടമായിരിക്കും ഇതിലിടുന്നുണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് അതിനെപ്പറ്റി വരെ വളരെ കൃത്യമായിട്ട്, അതിലിടേണ്ട സൺഗ്ലാസിന്റെ ഷേപ്പ്, അതിനെപ്പറ്റി ആ ക്യാരക്ടറിനെ പറ്റി ഒരു വിശദമായിട്ടുള്ള ഒരു രൂപം ദീപക്കേട്ടന്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അതിൽ ഒട്ടും ഇടപെടാൻ പറ്റില്ല. കാരണം ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ ഞാനും പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് അത് ചോദിച്ചാൽ കൊള്ളാം നമുക്കുണ്ടെങ്കിലും അത് ആ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു. അപ്പം അത് നമുക്കൊന്നും അതിലേക്ക് ആഡ് ഓൺ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് വന്നിട്ടില്ല. പക്ഷെ ഈ സിനിമ കാണുന്ന ചില ഫ്രെയിമുകൾ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ സിനിമയിൽ ത്രൂ ഔട്ട് വരുന്നത് ഒരു 2 കഥാപാത്രങ്ങളാണ്. ഇന്ദ്രൻ സാർ ചെയ്യുന്ന ഒരു ക്യാരക്ടറും മീനാക്ഷി ചെയ്യുന്ന, അവരാണ് ത്രൂ ഔട്ട് വരുന്നത്. അപ്പം അത്ര സിനിമകൾ മലയാളത്തിലും വന്നിട്ടുണ്ട്, കഥാപാത്രങ്ങളൊക്കെ കുറവുള്ളത്. പക്ഷെ ഇതിന് എവിടെയൊക്കെയോ മേ ബി അതിൽ വരുന്ന ആ ഒരു പാട്ടിന്റെ സംഭവങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഫ്രെയിമുകൾ കൊണ്ടായിരിക്കാം, എവിടെയൊക്കെയോ നമ്മള് ഈ ലാറ്റിൻ അമേരിക്കൻ സിനിമകളോ അല്ലെങ്കിൽ അത്തരം സിനിമകളുടെ ഒക്കെ എന്തോ ഒരു സുഖം കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളിത് അഭിനയിക്കുവാണ്, നമ്മൾ കൂടുതലായി കഥാപാത്രത്തിലായിരിക്കും. എന്നാൽ ഇതിന്റെ ഫ്രെയിം കാര്യങ്ങള് അല്ലെങ്കിൽ നിങ്ങൾ എഡിറ്റിങ്ങിന് ശേഷം കാണുന്ന സമയത്തൊക്കെ ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച ആളെന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. കാരണം ഇതിന്റെ റെഫറൻസും പലതും ചേച്ചി ഇപ്പൊ അങ്ങനെ അതേ ഒരു തോട്ട് നിങ്ങൾക്ക് കിട്ടിയെന്ന് പറയുന്നത് എനിക്ക് വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ ഇതിന്റെ പ്രോസസ്സിങ്ങിന്റെ ഒരു സമയത്ത് അങ്ങനത്തെ ഫ്രെയിമുകളൊക്കെ തന്നെയായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. അതെ. അപ്പോ പക്ഷെ ഇതിന്റെ ക്രൂ എന്ന് പറയുന്നത് അത്രയും ഭയങ്കര ശക്തമായിട്ടൊരു ക്രൂ ആയിരുന്നു. ആക്ടേഴ്സിന്റെ സൈഡിൽ നിന്ന് അത് ഉറപ്പായിട്ടും ഇന്ദ്രൻ സംഘൾ അങ്ങനെ ഒരാളാണ്. പക്ഷെ അല്ലാതെ നോക്കുകയാണെങ്കിലും ഇപ്പൊ ക്യാമറ സൈഡിൽ നിന്നാണെങ്കിലും ഡയറക്ഷൻ സൈഡിൽ നിന്നാണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ആർട്ടാണെങ്കിലും ഒക്കെ പല കാര്യങ്ങളും എഡിറ്റിംഗ് വൈസ് ആണെങ്കിലും ഒക്കെ അവർ ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു ക്രൂ ഉണ്ടായിരുന്നു. അപ്പം അവർക്ക് വളരെ കൃത്യമായിട്ടൊരു ധാരണ ഉണ്ട് ഇതിന്റെ കളറിങ് എങ്ങനെയാണ് വരേണ്ടത്, അല്ലെങ്കിൽ ഇതിന് എങ്ങനത്തെ ഫ്രെയിമാണ് ആപ്റ്റ് ആവുക എന്നൊക്കെ ഉള്ളത്. പക്ഷെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ദീപക്കേട്ടന് വളരെ കൃത്യമായ ഒരു ധാരണ ഉള്ളതുകൊണ്ട് വളരെ പെർഫെക്ഷനിസ്റ്റ് ആണ്. എന്താണ് ഉദ്ദേശിക്കുന്നത് അത് തന്നെ വേണം. അപ്പം ഞാൻ ഒരു പക്ഷെ ഞാനായാലും ഇന്ദ്രൻ സംഘളായാലും ഇത്രയും കൂടുതൽ ടേക്കുകൾ പോയതും നമ്മളിങ്ങനെ ഭയങ്കര ഇത്രയും വഴക്കുണ്ടാക്കി ചെയ്തതും ഒരു സിനിമ പ്രൈവറ്റ് ആയിരിക്കും. അതുകൊണ്ട് സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് നമുക്കിത് പ്രോസസ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയില്ല. എന്നും രാവിലെ ഇതൊക്കെ ഇന്ന് നമ്മൾ അടുത്ത അംഗത്തിലേക്ക് പോകുന്നു എന്നുള്ള ഇതിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് ഇതിന്റെ പ്രിവ്യൂ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഞെട്ടിയത് ഞാനാണ്. കാരണം ഞാനത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു ഫ്രെയിമും അല്ലെങ്കിൽ ഇത്രയും ഇതായിട്ട് ഇവരിത് എടുത്തു വെക്കും. ഒന്നാമത് ദീപക്കേട്ടന്റെ ആദ്യത്തെ പടമാണ്. അപ്പൊ ഇത്ര നന്നായിട്ട് ഇത് പോർട്രേ ചെയ്ത് വെക്കുന്ന ഞാൻ പേഴ്സണലി ഞാൻ ദീപക്കേട്ടനോട് തന്നെ ഞാൻ നിങ്ങളെ ഇത്രയും ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയും. എനിക്ക് ദീപക്കേട്ടന് അത്ര ഇഷ്ടവും കൂടെ ഉള്ളതുകൊണ്ടാട്ടോ. ഇഷ്ടം ഇപ്പോഴാണ്, സിനിമ കഴിഞ്ഞു സിനിമ നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഫുൾ വഴക്കായിരുന്നു. അപ്പൊ സിനിമ കഴിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ് ദീപക്കേട്ടൻ. ഞാൻ ഒരു ഷോട്ട് പോലും ചെയ്ത് കഴിഞ്ഞിട്ട് മോണിറ്റർ പോയി നോക്കിയിട്ടില്ല. സിനിമ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ, ഇത് എടുത്തു കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമ്മൾ അപ്പൊ തന്നെ മോണിറ്റർ പോയി നോക്കും. പക്ഷെ ഇതില് ഞാൻ ചേട്ടന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുക. എങ്ങനെയെങ്കിലും ഒന്ന് ഓക്കെ പറയാവോ, ചെയ്തത് നല്ലാണേലും വേണ്ടിയല്ലോ അല്ലേലും വേണ്ടില്ല, ഓക്കെ പറയുന്നുണ്ട്, ഓക്കെ അത് മാത്രമായിരുന്നു ഒരു ടെൻഷൻ. പക്ഷെ
ആഫ്റ്റർ പ്രിവ്യൂ നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ മൊത്തം മാറി സിനിമയെ പറ്റിയുള്ളത്. എനിക്ക് കുറച്ച് കൂടുതൽ എക്സ്പെക്ടേഷൻ വരാൻ തുടങ്ങി. ഇതിപ്പോ റിലീസ് ചെയ്യുമ്പം ആൾക്കാർക്കും ഇതേ ഒരു എഫക്ട് തന്നെയാണല്ലോ കിട്ടാൻ പോകുന്നത്. കാരണം എന്നെ പോലെ തന്നെ ഒട്ടും അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും ഇല്ലാതെ ആയിരിക്കും നമ്മളെല്ലാവരും സിനിമ കാണാൻ പോകുന്നത്. കാരണം അങ്ങനെ വലിയ വലിയ വാഗ്ദാനങ്ങളൊന്നും നമ്മൾ കൊടുത്തിട്ടുമില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇത് കയറി കാണുന്ന സമയത്ത് ഇത്രയും ഫീൽ ഗുഡ്, ഭയങ്കര ഒരു സമാധാനമുണ്ട് നമുക്കിത് കണ്ടിറങ്ങുമ്പോൾ. ഇതിന്റെ ഫ്രെയിമുകളെ പറ്റി നമ്മൾ ആലോചിക്കുന്നുണ്ട്, ലൊക്കേഷൻ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ കണ്ടുമടുത്ത ഒരു സംഭവങ്ങളല്ല. എവിടെയും എനിക്ക് തോന്നുന്നു വേറെ സിനിമകളിലൊന്നും കാണാത്ത ലൊക്കേഷനും ഒക്കെ തന്നെയാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ മ്യൂസിക് ആയാലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സിനിമകളിലെ പോലെ അല്ല അതിന്റെ മ്യൂസിക്കോ ബാക്ക്ഗ്രൗണ്ട് സ്കോറോ ഒന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതൊക്കെ പ്രൈവറ്റിന്റെ മാത്രം പ്രത്യേകതയായിരുന്നു. അതിനോട് അങ്ങനെ ഒരു മൂവിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇതിനകത്ത് തൊട്ടപ്പുറത്ത് നിൽക്കുന്നത്, മീനാക്ഷിയുടെ തൊട്ടപ്പുറത്ത് നിന്ന് അഭിനയിക്കുന്നത് ഇന്ദ്രൻസിനെ പോലെ ലൈക്ക് ബാക്ക് ടു ബാക്ക് ഗംഭീര പെർഫോമൻസുകളാണ്. ഇപ്പൊ ഒരു സിനിമയിൽ ഇപ്പൊ നമ്മൾ ഒരുവിധം മലയാളത്തിലെ അഭിനേതാക്കളെ പറ്റി പറയുന്നത് തന്നെയാണ്. ഇപ്പം അവരൊരു സിനിമയുടെ ഒരു പോർഷനിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര ട്രസ്റ്റ് ആണ്. അവർ സ്ക്രീനിൽ വരുമ്പോൾ അതൊരു നമുക്ക് അവിടെ ഇരിക്കാം. സിനിമ എന്തോ ആയിക്കോട്ടെ, എങ്ങനെ പോയാലും. ഇപ്പോൾ പ്രൈവറ്റിനാകുമ്പോൾ നല്ലൊരു തിരക്കഥയുടെ ഒരു ബാക്കപ്പും എല്ലാം ഉണ്ട്. ലൈക്ക് ഇന്ദ്രൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ആളെ തന്നെ കണ്ടിരിക്കാം. ആളുടെ പെർഫോമൻസ് അത്രയും ഭംഗിയിൽ കണ്ടിരിക്കാം. നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരാൾ അത്ര ചെയ്യുമ്പോൾ നമുക്കത് അതിനനുസരിച്ച് നമ്മൾ കുറെ കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ തോന്നുന്നു. അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. ലൈക്ക് ഇന്ദ്രൻസിനൊപ്പം അഭിനയിക്കാൻ അത് ഭയങ്കരമായിട്ടുണ്ട്. അങ്കിളൊരു സംഭവമാണ്. നമുക്ക് അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പറഞ്ഞു തരാൻ പറ്റുന്നതിനെ കഴിഞ്ഞു അപ്പുറം നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു അത്ഭുതമില്ലേ, അതാണ് ശരിക്കും. നമ്മളൊരു കാര്യം പറയുമ്പോഴായാലും അങ്കിൾ അത് ചെയ്ത് കാണിക്കുമ്പോഴായാലും അങ്കിൾ ഒരു ക്യാരക്ടറിന് വേണ്ടി എടുക്കുന്ന എഫേർട്ട് ഭയങ്കര. കാരണം ഒന്നിനൊന്നിനോട് സാമ്യം വരരുതെന്ന് അങ്കിളിന് തന്നെ ഒരു നിർബന്ധമുണ്ട്. അത് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അത് ഏത് സിനിമ എടുത്തു നോക്കിയാലും പ്രൈവറ്റിന്റെ കേസിലായാലും ബാലന്മാരാർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ നമുക്ക് വേറെ കാണാൻ പറ്റത്തേ ഇല്ല. അത് വേറെ ആൾക്കാർ ചെയ്തിരിക്കുന്നതാണെങ്കിലും എന്താണെങ്കിലും എനിക്ക് അങ്കിളിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത്രത്തോളം ഉണ്ട് നമുക്ക് പറയാനായിട്ട്. എനിക്ക് പ്രൈവറ്റ് ഇറങ്ങിയപ്പം എനിക്കായിരുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് റിവ്യൂ എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടിയിരുന്നു. ഇതിന് അങ്ങനെ ഒരുപാട് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്ന സിനിമയല്ല പ്രൈവറ്റ്. വളരെ സെലക്റ്റീവായിട്ട് സിനിമ ഇറങ്ങുന്നതിന് മുൻപ് 2 or 3 കൂടിപ്പോയ 3 ഇന്റർവ്യൂ അങ്ങനെ എന്തോ കൊടുത്തിട്ടുള്ളൂ. അപ്പം അത്രയും വളരെ സെലക്റ്റീവായിട്ട് ഇവരത് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ വലിയ പോസ്റ്ററുകളോ ബാനറുകളോ ഒന്നും അതിന് മാത്രം വന്നിട്ടില്ല. അങ്ങനെ വളരെ പ്രൊമോഷൻ കുറഞ്ഞിട്ട് പോലും ഇതിന്റെ ട്രെയിലർ റിലീസ് ആവുന്ന സമയത്ത് ഞാൻ തീരെ പ്രതീക്ഷിക്കാത്ത, ഞാനൊന്നും പ്രതീക്ഷിക്കാതെ ട്രെയിലർ നമ്മൾ ഇറങ്ങാൻ പോവാ ഓക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഇരുന്നത്. പക്ഷെ അത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇതിനുണ്ടായിരുന്ന ഒരു എഫക്റ്റ് ഭയങ്കരമായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിലൊക്കെ കുറെ പേര് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വന്നിട്ട് ഇന്ദ്രൻസ് അങ്കിളിനെ ഓൾറെഡി നമുക്ക് ഇങ്ങനെ അറിയാം, പക്ഷെ മീനാക്ഷിയുടെ ആക്ടിങ് ഞങ്ങൾക്ക് ഭയങ്കര ഇതാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ വലിയ വലിയ പാരഗ്രാഫുകൾ എഴുതി ഇങ്ങനെ ഇടുന്നുണ്ട്. എനിക്ക് ആദ്യമായിട്ടാണ് എൻ്റെ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഇത്രയും പോസിറ്റീവ് റിവ്യൂസ് വന്നൊരു ഇത് ഞാൻ കാണുന്നത്. ഒരു കമന്റ് ബോക്സ് അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഞാൻ ദീപക്കേട്ടനോട് വിളിച്ചു ചോദിച്ചു, ചേട്ടാ നിങ്ങളിത് PR-ന്റെ ഭാഗമായിട്ട് ആരെ കൊണ്ടെങ്കിലും എഴുതിപ്പിച്ചതാണോ? അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്ത് PR, നമുക്കങ്ങനെ ആരും ഇല്ല. അപ്പോഴാണ് ഇവരും അതെടുത്ത് നോക്കുന്നത്. ഞാൻ പറഞ്ഞു ഏറ്റവും കൂടെ എനിക്കാ ഇങ്ങനെ കുറെ ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എൻ്റെ ഭാഗത്തുനിന്ന് ഞാനത് എല്ലാവരുടെ അടുത്തും പറയാറുണ്ട്, പ്രൈവറ്റിന്റെ കേസിൽ ഞാൻ അതിന്റെ മൊത്തം ക്രെഡിറ്റും ഇതിന്റെ ഡയറക്ടറിനും ഇന്ദ്രൻസ് അങ്കിളിനും കൊടുക്കും. കാരണം നമ്മുടെ ഓപ്പോസിറ്റ് നിന്ന് ചെയ്യുന്ന ഡയറക്ടർ ഓഫ് കോഴ്സ് നമുക്കിത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കും, പറഞ്ഞു തരുന്നതിനെ കഴിഞ്ഞ് ഇത് ചെയ്യിപ്പിച്ചെടുക്കുന്നത്, അത് കിട്ടുന്നത് വരെ ചേട്ടനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ അത്ര സ്ട്രോങ് ആയതുകൊണ്ടാണ് നമുക്ക് അതിനനുസരിച്ച് റിയാക്ട് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ പ്രൈവറ്റിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള അഭിനയങ്ങളോ കാര്യങ്ങളോ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഇന്ദ്രൻസ് അങ്കിളാണ് വളരെ കഷ്ടപ്പെട്ട് അഭിനയിച്ചത്. ഞാൻ അതിനോട് സാധാരണമായിട്ട് റിയാക്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ എന്നോട് എല്ലാവരും ഭയങ്കര നാച്ചുറൽ ആയിട്ട് വന്നിട്ടുള്ളത്, അത് നാച്ചുറൽ ആയിട്ട് ഞാനതിൽ റിയാക്ട് ചെയ്തിട്ടേ ഉള്ളൂ. അല്ലാതെ നമുക്കതിൽ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പുറത്ത് നിൽക്കുന്ന ക്യാരക്ടർ കുറച്ച് വീക്ക് ആകുമ്പോഴാണ് നമുക്ക് അതിൽ കൂടുതൽ എടുത്ത് ഇത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട അവസ്ഥ വരുന്നത്. പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ മുഖത്ത് എന്റെ റിയാക്ഷൻ ഉൾപ്പെടെ എല്ലാം തെളിഞ്ഞു കാണുമ്പോൾ നമ്മൾ പിന്നെ എന്തിനാ വെറുതെ എക്സ്പ്രഷൻ ഇടുന്നത്? പിന്നെ ഇപ്പം ഈ സിനിമയിൽ നമ്മൾ കാണുന്ന സമയത്ത് ചില ഭാഗങ്ങളിൽ ഒരു മ്യൂട്ടും ഇതൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മളിപ്പോ ഈ സെൻസർ ബോർഡിന്റെ ഇടപെടലല്ല ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു വളർന്നു വരുന്ന പുതിയ തലമുറയിൽ പെട്ട ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ മീനാക്ഷി അതിനെയൊക്കെ എങ്ങനെയാ അപ്രോച്ച് ചെയ്യുന്നത്? ലൈക്ക് നമ്മളിപ്പോ എങ്ങനെ അപ്രോച്ച് ചെയ്താലും നമ്മളെ എന്തൊക്കെ എഫേർട്ട് ഇട്ടാലും അതിന്റെ വഴിയെ തന്നെ അത് നടക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്നിട്ട് റിയാക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ സിനിമയുടെ ഭാഗത്തുനിന്ന് ഒരു റിയാക്ഷൻ ഉണ്ടായിട്ടോ പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രൈവറ്റിന്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അതിന് മ്യൂട്ടും കുറെ കട്ട് ഷോട്ടും ഒക്കെ സീനൊക്കെ കട്ട് ചെയ്ത് പോകേണ്ടതായിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. ആക്ച്വലി പ്രൈവറ്റിന്റെ റിലീസ് ഡേറ്റ് വേറൊരു ദിവസമായിരുന്നു. അതിന് ഈ സെൻസർ ഇഷ്യൂ വന്നതുകൊണ്ടാണ്
നമ്മളത് മാറ്റി പിന്നെ മാറ്റിയിട്ട് 10th ആക്കിയത്. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ മ്യൂട്ടും കാര്യങ്ങളും. ഇനിയിപ്പോൾ അത് അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇപ്പം ഇങ്ങനെയാണത് പറ്റുള്ളൂ, ഓക്കെ, അപ്പം നമ്മളത് മനസ്സിലാക്കി അങ്ങനെ ഇപ്പൊ തന്നെ മുന്നോട്ട് പോവാ എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഈ സിനിമ സംസാരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഈ മ്യൂട്ടിലേക്ക് നയിച്ചിട്ടുള്ള സംഭവങ്ങൾ എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ സിനിമ മനുഷ്യർക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ബോധ്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു പല പൊളിറ്റിക്കൽ സെനാരിയോസിനെ പറ്റിയിട്ട് വളരെ അങ്ങനെ എവിഡന്റ് ആയിട്ടുള്ള രീതിയിലല്ലെങ്കിലും ഈ സിനിമ സംസാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അഷിത എന്നുള്ള ഒരു കഥാപാത്രത്തിന്റെ ഗ്രോത്തിലൂടെ ഒരു സ്ത്രീയെ എങ്ങനെയാണ് കാണുന്നത്, അങ്ങനെ പല കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. മീനാക്ഷി ആസ് ആൻ ഇൻഡിവിജ്വൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളുടെ ഒക്കെ പല പ്രതിഫലനമായിരിക്കുമല്ലോ പ്രൈവറ്റിൽ ഒരു സ്ക്രിപ്റ്റിലും കണ്ടിട്ടുണ്ടായിരിക്കുക. അതോ പ്രൈവറ്റ് പറഞ്ഞ രാഷ്ട്രീയം ഭയങ്കര പുതുമയുള്ളതായിട്ട് തോന്നിയോ? അത് അറിയുന്ന കാര്യങ്ങളായിരുന്നു. പ്രൈവറ്റിന്റെ രാഷ്ട്രീയം ഉറപ്പായിട്ടും ആ സിനിമയുടെ ഡയറക്ടറിന്റേതാണ്. നമ്മൾ അതിലെ ഒരു ആക്ടർ ആണെന്ന് മാത്രമല്ല, എന്ന് വെച്ചാൽ നമ്മൾ അതിനോട് യോജിക്കുന്നുണ്ടെന്നോ ഇല്ലെന്നോ അല്ല. പക്ഷെ പ്രൈവറ്റ് പറയുന്നത് അതിന്റെ ഡയറക്ടറുടെയും ആ സിനിമയുടെ സ്ക്രിപ്റ്റിന്റെയും ഒക്കെ രാഷ്ട്രീയം തന്നെയാണ്. അപ്പം പ്രൈവറ്റിൽ സ്ട്രോങ് ആയിട്ടൊരു പൊളിറ്റിക്സ് പറയുന്നുണ്ട്, പക്ഷെ അത് അവരുടേതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. പ്രേക്ഷകർക്ക് വേണമെങ്കിൽ അത് യോജിക്കാതിരിക്കാം. സിനിമയായിട്ട് കണ്ട് മാത്രം അതിനെ അക്സെപ്റ്റ് ചെയ്യാം. പേഴ്സണലായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും ആവാം. അത് അവരുടെ ചോയ്സാണ്. അതെ, എങ്ങനെയാണോ അങ്ങനെ ചെയ്യാം എന്നുള്ള ചോയ്സാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ചുകൂടെ ഇപ്പൊ FB പോസ്റ്റുകളായാലും വൈശാഖൻ സാറിന്റെ ആയാലും ഒക്കെ ഞാൻ അങ്ങനെ ഒരു വെയിൽ കൂടെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാരുടെ കൂട്ടത്തിലുള്ള ആളാണ്. ഞാൻ ഈ FB പോസ്റ്റുകളെ പറ്റി പറയുന്ന സമയത്ത് അതിൽ പലപ്പോഴും ഇടയ്ക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് അതിനെ കളിയാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടോ അതിനെ അഭിനന്ദിച്ചുകൊണ്ടോ വരുന്ന കമന്റുകൾക്കൊക്കെയും ചിലപ്പോൾ മീനാക്ഷി ഒരു രസത്തിന് ഇരുന്ന് മറുപടി കൊടുക്കുന്ന തോന്നാറുണ്ട്. എല്ലാത്തിലും അല്ല, ചിലതിലൊക്കെ. പിന്നെ ഈ FB പോസ്റ്റുകളിൽ ഈ വാക്കുകൾ കൊണ്ട് കളിക്കുക എന്നുള്ളത് അത് എപ്പോൾ തുടങ്ങിയ ഒരു ശീലമാണ്. പിന്നെ പൊതുവെ ഇപ്പം എന്താ പറയാ ജെൻസി ജനറേഷനിൽ പെട്ടവർ FBയിൽ അങ്ങനെ FBയിൽ പോസ്റ്റ് ഇടുന്നതൊന്നും കാണലില്ല. കുറെ കൂടെ ഒരു ഇൻസ്റ്റഗ്രാം സ്പേസിലാണ്. പക്ഷെ ഇവിടെ FBയിലും മീനാക്ഷി ആക്റ്റീവ് ആണ്. അതെങ്ങനെ വന്നു? ഇൻസ്റ്റഗ്രാമിലെയും FBയിലെയും ക്യാപ്ഷൻസ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. കാരണം ആ രണ്ട് ഓഡിയൻസ് വ്യത്യാസമാണ്. ഇൻസ്റ്റഗ്രാമിലെ ഓഡിയൻസ് വേറെയാണ്. അപ്പൊ ഞാൻ അതിനെ കുറച്ചുകൂടെ കാര്യങ്ങൾ കൺവേ ചെയ്യാനായിട്ടും FB കുറച്ചുകൂടെ അവിടെ ഇതൊക്കെ എൻജോയ് ചെയ്യുന്ന ആൾക്കാർ കൂടുതലാ. ഇപ്പം FBനെ കളിയാക്കുന്ന ഒരു കാലഘട്ടത്തിലും നേരെ മറിച്ച് അത് എൻജോയ് ചെയ്യാൻ അവിടെ കുറെ ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ഇടുന്ന ഒരു സാധനത്തിനെ പറ്റി കൂടുതൽ ചർച്ച ചെയ്യാൻ, ഇപ്പൊ ഞാൻ എൻ്റെ ഒരു സിനിമ പോസ്റ്റിനെ പറ്റിയോ എൻ്റെ എന്തെങ്കിലും വളരെ പേഴ്സണൽ ആയിട്ടൊരു കാര്യത്തിനെ പറ്റിയോ FBയിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനെ വളരെ കാര്യമായിട്ട് ചർച്ച ചെയ്യാനും അതൊരു വിഷയമാക്കി എടുത്ത് ഇന്നത്തെ വിഷയം ഇതാണ് എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യാനായിട്ടുള്ള അതെ അങ്ങനെ പറയുന്ന ആൾക്കാർ ഒരുപാട് കൂടുതലാണ്. അപ്പം എനിക്കത് വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. കാരണം അങ്ങനെ എടുത്ത് സംസാരിക്കാൻ കുറച്ച് ആൾക്കാരുണ്ടല്ലോ എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പിന്നെ FBയിലെ ക്യാപ്ഷൻസ് ഒന്നും തന്നെ പ്ലാൻഡ് ആയിട്ടുള്ളതല്ല. അതങ്ങനെ ഇപ്പൊ ഞാൻ കാണാറുണ്ട് അത് PR വർക്കാണെന്ന് പറഞ്ഞിട്ട്. അത് കേൾക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഇതങ്ങനെ ചെയ്യുന്നതല്ല തോന്നുന്നുണ്ടല്ലോ. ഞങ്ങൾ ആക്ച്വലി വെറുതെ കളിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷെ അത് ഇത്രയും വലിയൊരു പ്രൊമോഷൻ സൈഡിൽ നിന്നൊക്കെ ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട്. അത്രയും ഒരു സ്റ്റാൻഡേർഡ് അതിന് കൂടി എന്നുള്ളത് എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടു അത്. പക്ഷെ ഇത് ആക്ച്വലി FBയിൽ നമ്മൾ ഇടുന്ന കമന്റുകളായാലും ഈ പറയുന്ന ക്യാപ്ഷൻസ് ആയാലും ഒക്കെ ഒട്ടും പ്ലാൻഡ് അല്ല. അത് ചില സമയം ഞങ്ങളുടെ വീട്ടിൽ പൊതുവെ ഭയങ്കര ചില്ലായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. അച്ഛയായാലും അമ്മയായാലും അനിയന്മാരായാലും ഒക്കെ അങ്ങനെയാണ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഞങ്ങൾ തന്നെ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാനെടുത്ത് അങ്ങോട്ട് എഴുതി വെക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇത് ഒട്ടും എന്ത് ക്യാപ്ഷൻ ഇടാമെന്ന് പ്ലാൻ ചെയ്ത് ഇടുന്നതേ അല്ല. അപ്പം ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ ചെയ്യും. കാരണം ഇഷ്ടമാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞങ്ങളുടെ വീട്ടിലും അത് ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കും അത് ഇഷ്ടമാണ്. എനിക്ക് ഒരിക്കലും FB ഒരു ഗുണമില്ലാത്ത പ്ലാറ്റ്ഫോം ആയിട്ടൊന്നും ഞാൻ കണക്കാക്കിയിട്ടേ ഇല്ല. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട്. നമ്മൾ അവിടെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് FBയിലുള്ള ഫോളോവേഴ്സും ഒക്കെ ഞാൻ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അവിടെ വളരെ പെട്ടെന്ന് ആൾക്കാർ അത് അറിയുന്നതും പിന്നെ അത് റിയാക്ട് ചെയ്യുന്നതും ഒക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സീരിയസ്നെസ് ഉള്ള വിഷയങ്ങളും ഒക്കെ നമ്മൾ FBയിലാണ് കൂടുതലും സംസാരിക്കാറ്. FB ലവേഴ്സിന് ഒരു സന്തോഷമായി കാണും ജെൻസി എന്നുള്ള ഒരാള്. ഒന്നാമത്തെ കാര്യം ഞാൻ അങ്ങനെ ജെൻസി ആൽഫ അങ്ങനെ വേർതിരിച്ച് കാണാത്ത ആളാണ്. അപ്പം അതുകൊണ്ട് എന്നെ ഒരു ഭയങ്കര ജെൻസി ഒക്കെ ഉണ്ടായിട്ടൊന്നും കൂട്ടാൻ പറ്റില്ല. ഈ ഇൻസ്റ്റഗ്രാമിൽ എന്താ
ഇൻസ്റ്റഗ്രാം ഞാൻ വളരെ വേറൊരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ കുറച്ചുകൂടി ഓഡിയൻസ് എങ്ങനത്തെയാന്ന് വെച്ചാൽ ഇപ്പം എന്റെ പുതിയ എന്തെങ്കിലും ഫോട്ടോഷൂട്ട്സ് വരുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പം ജ്വല്ലറി സൈഡിൽ നിന്ന് എന്തെങ്കിലും ബൊട്ടീക്കിന്റെ സൈഡിൽ നിന്ന് അങ്ങനത്തെ പ്രൊമോഷൻ സൈഡ്, അല്ലെങ്കിൽ ഇപ്പോ എന്റെ പഠിത്തത്തിനെ പറ്റി നമ്മൾ എന്തെങ്കിലും Q&A ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഇന്ററാക്ഷൻസ്, അതൊക്കെയാണ് FB കൂടുതലും നടക്കാറ്. അല്ലെങ്കിൽ എന്റെ പുതിയ സിനിമയുടെ അപ്ഡേറ്റ്സുകൾ, അതൊക്കെ അങ്ങനെയുള്ളതാണ് ഇൻസ്റ്റഗ്രാമിൽ താല്പര്യം. അപ്പൊ നമ്മൾ ഒരാൾക്ക് ചുമ്മാ എല്ലാം ചെന്ന് പറയുന്നതിനെ കഴിഞ്ഞും ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ടോപ്പിക് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. പിന്നെ കുറച്ചുകൂടെ വളരെ കോമൺ ആയിട്ടുള്ള റീലുകളും അതൊക്കെ എടുക്കാനും അങ്ങനെ ഒരു ഭയങ്കര നല്ല എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം ആണ് ഇൻസ്റ്റഗ്രാം. എന്റെ യൂട്യൂബ് കണ്ടന്റ് രണ്ടിൽ നിന്നും വ്യത്യസ്തമാണ്. വേറെ ഒരു ഫാമിലി വ്ളോഗ് പോലെയോ അല്ലെങ്കിൽ ഡെയിലി വ്ളോഗ് പോലെയോ ഒക്കെയാണ് അത് സംഭവിക്കാറ്. അപ്പം മൂന്ന് തരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികളാണ്. എന്തായാലും മൂന്നും നല്ല രീതിക്ക് തന്നെ നടക്കുന്നുണ്ട്. അതെ. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇതൊന്നും അല്ലാതെ വായനയിലോ അല്ലെങ്കിൽ ഇപ്പൊ സിനിമയ്ക്ക് അപ്പുറത്തേക്കും അല്ലെങ്കിൽ ആങ്കറിങ് അങ്ങനത്തെ ഒരു സ്പേസ് കഴിഞ്ഞാല് പിന്നെ മീനാക്ഷി ഭയങ്കര താല്പര്യം എന്താ, വായനയോ അല്ലെങ്കിൽ കാണല എന്തൊക്കെ? എനിക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ വളരെ കുറവാണ്. ഞാൻ എല്ലാത്തിലും എൻഗേജ്ഡ് ആവുന്ന ആളാണ്. ഞാൻ വർത്താനം പറയാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എനിക്ക് ഇന്ന ആൾക്കാർ വേണമെന്നൊന്നുമില്ല. ഞാൻ ആരെ കിട്ടിയാലും വർത്താനം പറയും, ഇഷ്ടം പോലെ വർത്താനം പറയും. എനിക്ക് അങ്ങനെ മടുക്കൊന്നുമില്ല. ചിലർ പറയും വർത്താനം മിണ്ടി ക്ഷീണിക്കുന്നു. ഞാൻ അങ്ങനെ മിണ്ടി ക്ഷീണിക്കാത്ത ആളാണ്. എനിക്ക് ഇഷ്ടംപോലെ വർത്താനം പറയാൻ ഇഷ്ടമാണ്. അച്ഛൻ നന്നായിട്ട് വായിക്കായിരുന്നു. അപ്പോൾ പണ്ട് അച്ഛനും അമ്മയൊക്കെ പറയാറുണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു പുസ്തകം എടുത്ത് തരുമ്പോഴേ ഞാൻ ഓടുമായിരുന്നത്. കാരണം എനിക്ക് ഇഷ്ടമല്ല വായിക്കാനായിട്ട്, എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ലിറ്ററേച്ചർ എടുത്തിരിക്കുന്നത് BA. അപ്പൊ നമ്മൾ അതില് വായനകളൊക്കെ നടക്കുന്നതായിരുന്നു. പക്ഷെ ഈ വളരെ അടുത്ത ഇടയ്ക്കായിട്ട് ഞാൻ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ വളരെ ചെറുപ്പത്തിൽ ഇങ്ങനെ ചുമ്മാ എഴുതുമായിരുന്നു എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കോട്ട് പോലെയോ അല്ലെങ്കിൽ അങ്ങനെ ആരെയെങ്കിലും ഒക്കെ പറ്റിയൊക്കെ ഇങ്ങനെ ചുമ്മാ എഴുതി വെക്കുമായിരുന്നു. അത് അവർ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു, അച്ഛനും അമ്മയും. പക്ഷെ പിന്നെ അതെനിക്കൊരു നാണക്കേടായിട്ട് ഫീൽ ചെയ്ത് അയ്യേ. പക്ഷെ കാണാൻ നല്ല രസമുണ്ട് എഴുത്തുകള്. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. ഞാൻ വളരെ ഇങ്ങനെ കളിച്ച് തിരിച്ച് നടക്കുന്ന സമയത്ത് മീനാക്ഷിയുടെ എഴുത്തുകൾ നല്ല ഭംഗിയുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അതിനെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടാണ് കണ്ടിരുന്നത്. അപ്പം ആ സമയം കൊണ്ട് അതങ്ങ് നിന്നുപോയി. അത് വളരെ ചെറുപ്പത്തിലാണ്, അതങ്ങ് നിന്നുപോയി. പക്ഷെ ഈ വളരെ അടുത്ത ഇടകൊണ്ട് ഒരു 2-3 ആഴ്ച മുന്നേ ഒരു ആന്റി ഉണ്ട് ഞങ്ങൾക്ക്, ഉഷ എന്ന പേര്. അപ്പൊ ഉഷ ആന്റി നന്നായി വായിക്കുന്ന ആളാണ്. ആന്റി എനിക്ക് 2 പുസ്തകം നിർബന്ധിച്ച് തന്നിട്ട് പറഞ്ഞു ഇത് ചുമ്മാ വായിച്ചു നോക്ക്, വായനാശീലം നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കും വായന ഇഷ്ടമാണ്, വായിക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിലും അങ്ങനെ ഒരു താല്പര്യം വരാറില്ല. പക്ഷെ ഈ വളരെ എടുത്തുകൊണ്ട് എനിക്ക് വായന ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് ഇങ്ങനെ പെട്ടെന്ന് ഇഷ്ടം ചേഞ്ച് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ചിലപ്പം മേ ബി ഈ ടീനേജിന്റെ ആ സമയത്തിന്റെ ഒക്കെ ആയിരുന്നായിരിക്കും. നമുക്ക് ആ സമയത്ത് പല ഇഷ്ടങ്ങളാണല്ലോ, സിനിമ കാണുന്നു, പാട്ട് കേൾക്കുന്നു, അങ്ങനെ 100 പരിപാടികളാണ്. പക്ഷെ ഇപ്പൊ വായന ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പൊ അച്ഛൻ്റെ അടുത്ത് പറയും ഞാൻ വർഷങ്ങളായിട്ട് വിചാരിച്ചിട്ട് നടക്കാത്തതാണ് ഇപ്പൊ നീ ഒറ്റയ്ക്കിരുന്ന് ചെയ്തോണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അച്ഛൻ പണ്ട് എപ്പോഴും എന്നെ വായിപ്പിക്കാൻ നോക്കുമായിരുന്നു, ഞാൻ തീരെ വായിക്കില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ ഇരുന്ന് വായിക്കുന്ന കാണുമ്പോൾ അച്ഛൻ പറയും നല്ല സന്തോഷമുണ്ട് എനിക്ക്, ഞാൻ എപ്പോ ഇരുന്നാലും ഞാൻ കുറെ പുസ്തകം കൂട്ടിയിട്ടുണ്ട് അതിന്റെ നടുക്ക് പോയിരുന്ന നിങ്ങൾ വായിക്കും. അപ്പം ഞാൻ തന്നെ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുഞ്ഞായിട്ട് എഴുതുന്നതും ഒക്കെ ഞാൻ തന്നെ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഈ അടുത്ത് മിനിഞ്ഞാന്നോ മറ്റോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ്, എനിക്ക് നഷ്ടപ്പെട്ട നീലാംബരി എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ നീലാംബരി എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എൻ്റെ വളരെ കുഞ്ഞായിട്ടുള്ള തോട്ട്സും അല്ലെങ്കിൽ എഴുത്തുകളും ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം. എൻ്റെ ഒഫീഷ്യൽ പ്ലാറ്റ്ഫോമിൽ അത് ചിലപ്പോൾ ആൾക്കാർക്ക് അത്ര അക്സെപ്റ്റബിൾ ആവണമെന്നില്ല. കാരണം നമ്മൾ ഇതിന്റെയൊക്കെ ഇടയ്ക്ക് കൊണ്ട് ഇങ്ങനെ കോട്ടും എഴുത്തും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പം അങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു പേജ് തുടങ്ങിയിട്ടു. പല ആൾക്കാരും വിചാരിച്ചിട്ട് അത് ഞാൻ എന്തോ പുതിയൊരു ബിസിനസ് സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നു അങ്ങനെയാണ്. പക്ഷെ അതൊന്നുമല്ല, അത് വെറുതെ എൻ്റെ എഴുത്തുകൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു സ്ഥലം, അങ്ങനെയുള്ള രീതിയിൽ തുടങ്ങിയിട്ടുള്ളതാണ്. അതും ഇപ്പൊ നല്ല രീതിക്ക് ഒരുപാട് സമയം പോകുന്നുണ്ട്. മറ്റേത് ചുമ്മാ വെറുതെ ഇരുന്ന് സമയം കളയായിരുന്നു. ഇപ്പം വായിച്ചും എഴുതിയും ഒത്തിരി സമയം പോകുന്നുണ്ട്. ഇപ്പൊ ഈ സിനിമയിലേക്ക് തന്നെ വന്നു കഴിഞ്ഞപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു ഈ നേരത്തെ പറഞ്ഞതുപോലെ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ അതിനൊക്കെ മുമ്പ് വന്നതിൽ ഒപ്പം ഉണ്ട്. അപ്പം അതിനൊക്കെ മുമ്പ് വന്നതിൽ അമർ അക്ബർ അന്തോണി അതാണ് ഉള്ളത്. ഇപ്പൊ ഇതിനകത്ത് ഈ ഓഫീസർ, എനിക്ക് 3 സിനിമകളെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാൻ തോന്നുന്നു. അപ്പൊ ഇതിനകത്ത് ഇവിടെ നിന്ന് പോവാം. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ആ വേഷം എന്ന് പറയുന്നത് പറഞ്ഞതുപോലെ വളരെ കുറച്ച് സമയമാണ് സ്ക്രീനിൽ വരുന്നത്. പക്ഷേ എന്താ പറയുക, അതിന്റെ ഒരു കോർ പോയിന്റ് പടത്തിലെ പ്രധാന കഥാപാത്രത്തിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ആ സിനിമേനെ മൊത്തത്തിൽ കണക്ട് ചെയ്യുന്ന പോയിന്റ് ഒക്കെ ആയിട്ട് വരുന്നത് ഈ മകളുടെ ഒരു വേഷമാണ്. പക്ഷെ അത് കുറഞ്ഞ സമയം കൊണ്ട് ആൾക്കാരുടെ ഉള്ളിലേക്ക് കയറുകയും വേണം. അപ്പം കുറെ സമയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആർട്ടിസ്റ്റിന് കുറെ സമയം ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ആൾക്കാരനെ പലതവണ വന്ന് പരിചയപ്പെടുത്തി ഇതാക്കാം. പക്ഷെ ഇത് നമുക്ക് വളരെ ലിമിറ്റഡ് ടൈമും സ്പേസൊക്കെ കിട്ടുന്നത്. അതിനകത്ത് വളരെ ഇമ്പാക്റ്റിൽ അത് ഇന്റൻസ് ആയിട്ട് കയറുകയും വേണം. അപ്പൊ സിനിമയ്ക്ക് മൊത്തത്തിലൊരു ഭയങ്കര ഇന്റൻസ് ട്രീറ്റ്മെന്റ് ഉള്ള ഒരു സിനിമയായിരുന്നു. ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടി പിന്നെ അതിലത്തെ ഈ കഥാപാത്രവും അത് ചാലഞ്ചിങ് ആണോ? ലൈക്ക് നമുക്ക് കുറഞ്ഞ സമയത്തിനകത്ത് ഭയങ്കരമായിട്ടൊരു അല്ലല്ല, ഓഫീസർ ഓൺ ഡ്യൂട്ടി അങ്ങനെ എനിക്ക്
ഒരു കഥാപാത്രങ്ങളും നമുക്ക് ചാലഞ്ചിങ് അല്ല, അത് എഴുതി വെക്കുന്നതും എടുക്കുന്നതും പോലെ ഇരിക്കും നമ്മുടെ ക്യാരക്ടറിന്റെ ഇമ്പാക്റ്റും. അതെങ്ങനെയും മാറ്റാനായിട്ട് പറ്റുന്ന ഒന്നാണല്ലോ. എല്ലാവരുടെയും കാര്യം എനിക്കറിയത്തില്ല, എൻ്റെ സൈഡിൽ നിന്നും അങ്ങനെയായിരുന്നു. ഓഫീസർ വളരെ അപ്രതീക്ഷിതമായിട്ട് വന്ന ഒരു ക്യാരക്ടറാണ്. ഞാൻ എന്നെ വളരെ സർപ്രൈസിങ് ആയിട്ട് വിളിച്ച് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ കൊച്ചിയിലുണ്ടായിരുന്നു ആ സമയത്ത്. ഞങ്ങൾ അങ്ങനെ ജിത്തു ചേട്ടൻ പടത്തിന്റെ ഡയറക്ടറെ ചെന്ന് കണ്ടു. അപ്പം ജിത്തു ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ വളരെ കുറച്ച് ദിവസത്തെ ഷൂട്ട് നമുക്ക് മതി, പക്ഷേ നീ കാരണമാണ് ഈ കഥയിലെല്ലാം സംഭവിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞേ. അവൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ നമ്മളങ്ങനെ ചെറിയ റോളാണെങ്കിൽ അങ്ങനെ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിട്ടില്ല ഓഫീസർ ഓൺ ഡ്യൂട്ടി. പക്ഷെ ഇതിന്റെ കഥയും കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നപ്പം ശരിയാണ്, ഈ നിള എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടെങ്കിലേ അതെല്ലാം സംഭവിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ഭയങ്കര ഇമോഷണൽ കണക്ഷൻ പടം കഴിഞ്ഞു കഴിയുമ്പം ഞാൻ പറയായിരുന്നു തമാശക്ക്, ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങളെല്ലാരും വെറുതെ കഷ്ടപ്പെട്ട് ചെയ്തു, എനിക്കാണ് ഇതിന്റെ ഗുണം കിട്ടിയത് എന്ന് വെച്ചാൽ സെന്റിമെന്റ്സ് മൊത്തം ഈ കുട്ടിയുടെ ക്യാരക്ടറിലേക്കാണല്ലോ മാറുന്നത്. അപ്പം ഈ വില്ലന്മാരെല്ലാരും കൂടെ കുട്ടീനെ ഉപദ്രവിച്ചു, അങ്ങനെ കുറെ എനിക്കാണ് അതിന് ഗുണം കിട്ടിയതെന്ന് ഞാൻ പറയുന്നത്. അത് തമാശയാണെങ്കിലും അത് ഒരു പരിധി വരെ ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പം നമുക്കങ്ങനെ ഭയങ്കര ഗുണം ചെയ്ത ഒരു സിനിമയാണ് ഓഫീസർ. പിന്നെ ഒപ്പത്തിന് ശേഷം ഇത്രയും വലിയൊരു ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതും ചെറിയ കാര്യമായിട്ട് ഞാൻ കണ്ടില്ല. ഈ ഒപ്പത്തിന്റെ പറയുന്ന സമയത്ത് ഒപ്പം ഇപ്പൊ ഹിന്ദിയിൽ പിന്നെയും വരാൻ പോവാണ്. അപ്പം അക്ഷയ് കുമാർ, സൈഫ് അലി ഖാൻ, പ്രിയദർശൻ, അങ്ങനെ ഒരു വൻ സംഭവം തന്നെ. അപ്പൊ അതിന്റെ ഒരു പോസ്റ്ററും സംഭവങ്ങളും ചെറിയ ഗ്ലിംസ് ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒപ്പത്തില് ഈ ചില കഥാപാത്രങ്ങളുടെ നമ്മള് എല്ലാ ഭാഷയിലും ഇപ്പൊ കന്നഡയില് ശിവരാജ് കുമാറിന്റെ ഒപ്പം പോയിട്ട് നന്ദിനി എന്നുള്ള വേഷം തന്നെ അവിടെ തന്നെ പോയി ചെയ്യാൻ. നീ ഒപ്പത്തില് ഹിന്ദിയിൽ ഞാൻ പ്രിയനങ്ങളുടെ വിളിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു യാത്ര ചെയ്യാതെ എന്നെ ഓടിച്ചു, അതെ എന്നെ ഓടിച്ചു. എടി അത് കൊച്ചുകുട്ടിയാടി അത് ചെയ്യുന്നത് പറഞ്ഞു പ്രിയനങ്ങൾ. അതെ അതെ, പ്രിയനങ്ങൾ എന്റെ അടുത്ത് പറയായിരുന്നു, നീ ഫസ്റ്റ് വലുതായിട്ട് നായികയായിട്ട് അപ്പിയർ ചെയ്യുന്നത് എന്റെ സിനിമയിലായിരിക്കും. ഞാൻ വളരെ കുഞ്ഞായിരിക്കും പ്രിയനകൾ പറയാം. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ഞാൻ വലുതായി അപ്പൊ പ്രിയനങ്ങൾ എനിക്കും കൂടെ തോന്നണ്ടേ നീ വലുതായത്. പ്രിയനങ്ങളുടെ എപ്പോഴും ഞാൻ ഭയങ്കര കുഞ്ഞായിട്ടിരിക്കുന്നതാ ഇഷ്ടം. എന്നെ അങ്ങനെ കാണാൻ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് പ്രിയനങ്ങളും. അപ്പം ഞാനിത് ഈ ന്യൂസൊക്കെ വന്ന സമയത്ത് ഞാൻ പ്രിയനങ്ങളെ വിളിച്ചിട്ട് പറയായിരുന്നു, ഈ നന്ദിനിയുടെ ക്യാരക്ടർ അതാരാ ചെയ്യുന്നേ, അതേത് കുട്ടിയാണ് ചെയ്യുന്നത് എന്റെ അടുത്ത്. പിന്നെ അത്രയും വലിയൊരു ക്രൂവും. അപ്പോ പ്രിയനങ്ങൾ എൻ്റെ അടുത്ത് അതൊരു കൊച്ചാണത് ചെയ്യുന്നത്, നീ വലിയ കുട്ടിയായി പോയി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ വളരെ തമാശക്ക് അതിനെപ്പറ്റി പറയായിരുന്നു. ഇപ്പം ഇതിനകത്തുള്ള ക്യാരക്ടർ മറ്റു പറയുമ്പോൾ നമ്മളിപ്പം എല്ലാ അഭിനേതാക്കളുടെ കാര്യത്തിലും മോഹൻലാൽ എന്നുള്ളൊരു വലിയ ഫാക്ടർ അവിടെ നിൽക്കുന്നുണ്ടാവും. ഇപ്പം അദ്ദേഹം ആണെങ്കിൽ 2025 എന്താ പറയാ ഫുൾ മോഹൻലാൽ മയോ ആണ്. നമുക്ക് ബോക്സ് ഓഫീസിൽ അവിടെ നിന്ന് വരുന്ന എമ്പുരാൻ, തുടരും, അതിന്റെ ഇടയ്ക്ക് റീ റിലീസ് ഹൃദയപൂർവ്വം വരുന്നു, ഇപ്പൊ രാവണപ്രഭു, പിന്നെ ആള് ലൈക്ക് ഇന്റർവ്യൂസിൽ വന്നിട്ടുള്ള ആളുടെ ആ ഒരു പോർഷൻ ഉണ്ട്. അപ്പൊ എനിക്ക് അറിയാൻ ആഗ്രഹമുള്ളത്, ഇപ്പൊ സിനിമയിലെ പെർഫോമൻസ് കാര്യങ്ങൾ അതൊക്കെ നമ്മൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ആള് 2025 മോഹൻലാലിനുള്ള നടന്ന് നമ്മൾ വേറൊരു ഷെയ്ഡിൽ നിന്നല്ല ഭയങ്കരമായിട്ട് ആഘോഷിച്ചത് ഓഫ് സ്ക്രീൻ ക്യൂട്ടായിട്ട് ഇന്ററാക്ഷൻസ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി എംപുരാന്റെ സമയത്തൊക്കെ ഉള്ള ഇന്റർവ്യൂസ് ഭയങ്കര വൈറലായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഒപ്പത്തിന്റെ സമയത്ത് ഓഫ് സ്ക്രീനിൽ ഉണ്ടായിരിക്കുമല്ലോ, ലൈക്ക് ആ ഒരു മൊമെന്റ്സ് എങ്ങനെയുണ്ടായിരുന്നു? ഇന്റർവ്യൂല് കണ്ട പോലത്തെ ലാലേട്ടനെ. കാരണം ലാലങ്ങളും പ്രിയനങ്ങളും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് അഫ്കോഴ്സ് അത് ഭയങ്കരമാണ്. പിന്നെ എം ജി അങ്കിള് ആ പാട്ട് എല്ലാം ഒപ്പത്തില്. അപ്പോ അവര് 3 പേരെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ കോംബോ ഭയങ്കര എന്തോ ആർക്കും കിട്ടാത്തൊരു സംഭവം നമുക്ക് കിട്ടിയ പോലത്തെ ഒരു നമുക്ക് ഭയങ്കര കാര്യമാണത്. എനിക്ക് ഭയങ്കര ലക്കായിട്ടാണ് കാണുന്നത്. ഇപ്പൊ അന്ന് നമുക്ക് അതിന്റെ വില അറിയില്ല, ഞാൻ ഭയങ്കര കുട്ടിയായിരുന്നു. അപ്പം ഞാനത് വെറുതെ കളിച്ച് ചിരിച്ച് നടന്ന് കളഞ്ഞു. അപ്പൊ ഞാൻ വിചാരിക്കും ഇപ്പോഴായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നേന്ന്. അപ്പൊ അന്നും ഭയങ്കരമായിട്ട് ഞാൻ അത്ര എൻജോയ് ചെയ്തിട്ടേ ഇല്ല എവിടെയും. കാരണം ഞാനായിരുന്നു സെറ്റിലെ ഏറ്റവും കുട്ടി. അപ്പൊ എന്നെ എത്രയും കൊഞ്ചിച്ച് വഷളാക്കാവോ അത്രയും അങ്ങനെയാ കൊണ്ട് നടന്നിരുന്നത് എല്ലാവരും. അപ്പം ലാലങ്കൾ അപ്പൊ എങ്ങനെയാണോ അതിലും ഇപ്പോഴും എന്നോട് അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇപ്പൊ എന്നെ കണ്ടാലും അതേ നന്ദിനിക്കുട്ടി എന്നെ ഇപ്പോഴും ഒപ്പത്തിലെ കാര്യമൊക്കെ പറഞ്ഞു, ഞാൻ തോളെ കയറിയിരുന്നതും അതൊക്കെ പറഞ്ഞ് അവരെന്നെ ഇപ്പോഴും കളിയാക്കും. അപ്പം അതെനിക്ക് വലിയ കാര്യമാണ്. ലാലങ്കൾ എത്ര ഇതാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്ക് എപ്പോഴും നമ്മുടെ അത് എല്ലാ മലയാളികൾക്കും അങ്ങനെ ഒരു പ്രശ്നമാണെന്ന് എനിക്കത്. നമുക്ക് ലാലേട്ടൻ എന്ത് സംഭവിച്ചാലും അത് നമുക്ക് കിട്ടുന്ന ഒരു അച്ചീവ്മെന്റാ. ലാലേട്ടൻ അത് കിട്ടി, നമ്മുടെ ഇതിന് അങ്ങനെ സംഭവിച്ചു, അത് ഭയങ്കര അതെ നമ്മളെന്തോ കഷ്ടപ്പെട്ട് നമുക്ക് കിട്ടിയത് നമ്മൾ നേടിയെടുത്ത ഒരു സാധനം പോലെയാണ് ലാലേട്ടൻ എന്ത് കിട്ടിയാലും. അപ്പം ആ ഒരു സന്തോഷം ഈ വർഷം നമുക്ക് കുറച്ച് കൂടുതലായിരുന്നു. എല്ലാ വർഷവും അത് അങ്ങനെ തന്നെ നടക്കാറുണ്ട്. പക്ഷെ ഈ വർഷം നമുക്ക് ഭയങ്കര ബൂമായിരുന്നു. അപ്പം ഒപ്പം നടക്കുന്ന സമയത്താണെങ്കിലും ഈ പറഞ്ഞതുപോലെ
കളിയും ചിരിയും എന്നെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒന്നാമത്തെ ആ സമയത്ത് ഭയങ്കര കുട്ടിയാണല്ലോ, അപ്പം ഒരു 10 വയസ്സൊക്കെ കാണുമായിരിക്കും. 10 വർഷമായി ഇപ്പൊ ഇറങ്ങിയിട്ട്, ഒരു 10 വയസ്സായി, 9-10 വയസ്സാണ് ആ സമയത്ത്. അപ്പം നമുക്ക് എന്തെങ്കിലും കുഞ്ഞൊരു അൺകംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് ഒരാളുടെ കൂടെ അത്രയും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത്രയും ഒരു കണക്ഷൻ അങ്ങനെ ഒന്നും വരുമോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ നമ്മൾക്കത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതെ, പക്ഷെ ലാലങ്കളും പ്രിയനങ്കളും എന്നൊക്കെ പറയുന്നത് എനിക്ക് എന്റെ അച്ഛയെ പോലെയായിരുന്നു. എനിക്ക് അത്രയും കണക്ഷൻ അവരുമായിട്ട്, അത് ഷൂട്ട് നടക്കുമ്പോഴാണെങ്കിലും അതിന് മുന്നേ ആണെങ്കിലും അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഒക്കെ എനിക്ക് അവരുമായിട്ട് ഭയങ്കര അടുപ്പമാണ്. എന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് നമുക്ക് വരുന്ന ഒരു ഇഷ്ടം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ടുള്ളത്. കാരണം അവര് നമ്മളോട് അങ്ങനെ നിൽക്കുന്നത് കൊണ്ടും കൂടെയാണ് അങ്ങനെ ഇഷ്ടം. അവര് കുറച്ച് സീരിയസ് ആയിട്ട് നമ്മളോട് മിണ്ടാതെയൊക്കെ നിൽക്കുകയാണെങ്കിൽ അത് വരില്ലല്ലോ. അപ്പോ ഇപ്പോഴാണെങ്കിൽ നമുക്ക് ബഹുമാനം കൊണ്ട് വരുന്നതാണെന്ന് ഓർക്കാം. പക്ഷെ ആ സമയത്ത് ഒരിക്കലും നമുക്കൊരു ഓവർ ബഹുമാനത്തിനെ കഴിഞ്ഞും ഭയങ്കര ഒരു ഇഷ്ടമുണ്ട്. എന്റെ ലാലങ്കൾ എന്നുള്ളൊരു സാധനം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇനി പാത്തുവിനെ കുറിച്ചും കൂടി, അപ്പൊ അത് കരിയറിലും ഭയങ്കരമായിരുന്നു. പിന്നെ ഇപ്പോഴും ഇപ്പൊ അമർ അക്ബർ അന്തോണി എന്നുള്ള സിനിമയുടെ ഇങ്ങനെ കുറെ സീനുകൾ നമ്മള് ആലോചിക്കുന്ന സമയത്ത് അധികവും ഇങ്ങനെ കുറെ തമാശ സീനുകൾ, ട്രോൾ ചെയ്യുന്ന സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും നമ്മുടെ ഫീൽഡിലും ഒക്കെ. പക്ഷെ പെട്ടെന്ന് ഒരു മൊമെന്റിൽ എപ്പോഴും നമുക്ക് പാത്തുവിനെ കാണുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് പെട്ടെന്നൊരു സങ്കടം വരും. ഓ, നമുക്ക് ചില സിനിമകളാണല്ലോ പ്രേക്ഷകർക്ക് കാണുന്ന സമയത്ത് ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ രക്ഷിക്കായിരുന്നല്ലോ, അങ്ങനെ പോയിരുന്നെങ്കിൽ രക്ഷിക്കായിരുന്നല്ലോ. അങ്ങനെ പല സിനിമകളിലും അങ്ങനത്തെ മൊമെന്റ് ഉണ്ട്. ഇപ്പൊ പാത്തു എത്രമാത്രം ഹൃദയത്തിലുണ്ട്. പാത്തു ഏറ്റവും പ്രിയപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ഇന്നും എന്റെ മനസ്സിൽ അങ്ങനെ തന്നെയുണ്ട്. കാരണം ഞാൻ അതിന് മുന്നേ ചെയ്ത ആനമയിലൊട്ടകം എന്ന് പറഞ്ഞിട്ടൊരു മൂവി, അമർ അക്ബറിന് മുന്നേ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ പാത്തുവിലൂടെയാണ് എന്നെ എല്ലാവരും അറിയുന്നത്. അങ്ങനെ അറിയപ്പെടാൻ തന്നെയാണ് എനിക്കും ഇഷ്ടം. കാരണം എന്താ പറയാ, അങ്ങനെ അതിനു മുന്നോ അതിന് ശേഷമോ പാത്തു പോലെ ഒരു അത്രയും മനസ്സിൽ കൊള്ളുന്ന ഒരു ക്യാരക്ടർ പിന്നെ വന്നോന്ന് എനിക്കറിയില്ല, എവിടെയും വന്നോന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് പിന്നീട് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിപ്പോ ചേച്ചി പറഞ്ഞ പോലെ പ്രേക്ഷകരുടെ മനസ്സിലൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, നമുക്ക് ആ കുഞ്ഞിനെ രക്ഷിക്കായിരുന്നു. ആ സ്നേഹം കൊണ്ടാണ് പിന്നീട് അങ്ങോട്ട് വന്ന് എനിക്കുള്ള എല്ലാ അക്സെപ്റ്റൻസും ഈ പാത്തു വഴിയുള്ള സ്നേഹമാണ്. ഇപ്പൊ നമ്മള് പാത്തുവിനെ പറ്റിയാണ് സംസാരിച്ചത്. ഇപ്പൊ പാത്തുവിൽ നിന്ന് അഷിത വരെ എത്തിയിരിക്കുകയാണ്. പാത്തു എങ്ങനെയാണോ കരിയറിൽ ഒരു ബ്രേക്ക് നൽകിയത്, അതിന്റെ ഒരു കരിയറിന്റെ നെക്സ്റ്റ് ഘട്ടമാണ് ഉറപ്പായിട്ടും അഷിത എന്നാണ് കരുതുന്നത്. പ്രേക്ഷകർ എന്നുള്ള നിലയ്ക്ക് പല മാറ്റങ്ങളൊക്കെ സംഭവിക്കാം. ഇനി അഷിതയിൽ നിന്ന് മീനാക്ഷിനെ എങ്ങനെയാ ഒരു മുന്നോട്ട് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എങ്ങനത്തെ? ഞാൻ അങ്ങനെ ഒന്നും പ്ലാൻ ഇല്ല. എന്ന് വെച്ചാൽ ആക്ടിങ് എനിക്ക് ഒരുപാട് പാഷൻ ഉള്ള ഒരു സംഭവമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന ഒരു സ്പേസാ. അപ്പം എനിക്ക് എന്ത് പറഞ്ഞാലും നമുക്കത് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടാവുമല്ലോ മനസ്സിൽ. അങ്ങനെയുള്ള ഒരു സ്പേസ് ആണ് ആക്ടിങ്. അവിടെ എന്ത് കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ സിനിമയ്ക്ക് നമ്മളെ ആവശ്യമില്ല, അതുകൊണ്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ചേഞ്ച് നമ്മൾ പുറത്തുനിന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറത്തോട്ട് എനിക്ക് വലിയ വലിയ പ്ലാൻ ഒന്നുമില്ല. ഞാനിപ്പോ ഇവിടെ പ്ലാൻ ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാൻ നാളെ അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യണം എന്ന് വിചാരിച്ചത് കൊണ്ട് എനിക്ക് അങ്ങനെ കിട്ടണം എന്നില്ല. പക്ഷെ നമുക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് അങ്ങനെ ഒരു കഥാപാത്രം വരാനും ചാൻസ് ഉണ്ട്. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ നടക്കാത്ത കാര്യം അങ്ങനെ പ്ലാൻ ചെയ്യാറില്ല. പക്ഷെ ഇപ്പൊ ഞാൻ പൊക്കോണ്ടിരിക്കുന്നത്, ഞാൻ ഇപ്പൊ നമ്മള് കുഞ്ഞിലെ ചോദിക്കല്ലോ എന്താവാനാണ് ആഗ്രഹം എന്ന്. അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റുന്നതിനെ കഴിഞ്ഞും അപ്പുറത്തൊരു സ്റ്റേജിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്നാണ് ഇപ്പം, അങ്ങനെ മാത്രമേ മനസ്സിലുള്ളൂ. ഇപ്പം നമ്മൾ ആങ്കറിംഗ് എന്നുള്ള ഒരു ഒറ്റ ഫേസ് മാത്രമാണ് ചോദിക്കാൻ വിട്ടുപോയത്. അപ്പോൾ അവിടെയും ഇതേപോലെ തന്നെ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മീനുട്ടിയാണ്. മീനാക്ഷിനെ ഒരുപാട് ഇഷ്ടമാണ് ആളുകൾക്ക് ആങ്കറിംഗ് എന്നുള്ള സ്പേസിൽ. എനിക്ക് ആങ്കർ ചെയ്യാൻ തീരെ അറിയില്ലാത്ത ആളാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ വർത്താനം പറയാനേ പറ്റൂ. അത് എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇപ്പം ചേച്ചിയായിട്ട് ഇങ്ങനെ വർത്താനം പറയുമ്പോൾ എനിക്ക് ചേച്ചി കംഫർട്ടബിൾ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒത്തിരി മിണ്ടും. പക്ഷെ അല്ലാത്ത പക്ഷം എന്നെ ഒരു ആങ്കർ, ആസ് എൻ ആങ്കർ നമ്മളെ എവിടെ കൊണ്ടു നിർത്തിയാലും നമ്മൾ ബാധ്യസ്ഥയാണ് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കി നടത്താനും. ഇപ്പം നമ്മളൊരു ഗസ്റ്റിനെ വെൽക്കം ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കണം, നമ്മൾ അവരെ പറ്റി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നതിനെ പറ്റി ഒരു ധാരണ ഒരു ആങ്കറിന് കൃത്യമായിട്ട് വേണം. അത് ആ സ്കിൽ എനിക്കുള്ള ആളേ അല്ല, ഞാൻ അത് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയതാണ്. പക്ഷെ ഇവിടെ ഷോയിൽ വരുമ്പം എനിക്കത് ഭയങ്കരമായിട്ട്, ഞാൻ ഇപ്പൊ 6-7 വർഷമായി. അപ്പൊ ഞാൻ ചെന്ന സമയത്ത് തൊട്ടേ അവിടെ എല്ലാവരും എനിക്ക് അറിയുന്ന ആൾക്കാരാ. അപ്പൊ ഞാൻ ഒത്തിരി വർത്താനം പറയും. അവിടെ പ്രത്യേകിച്ച് ആങ്കറിങ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ സംഭവിക്കുന്നില്ല. ഞാൻ ഒത്തിരി മിണ്ടാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അവിടുന്ന് എന്നെ പുറത്തു നിന്ന് നാളൊരു വലിയ ഷോയിലേക്ക് കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അങ്ങനെ പരിപാടി അറിയില്ല. ഇല്ലില്ല, ഞാൻ എങ്ങും ചെയ്തിട്ടില്ല. അല്ല, അതെ, എനിക്ക് അങ്ങനെ അറിയില്ല അത്. അപ്പൊ എവിടെയെങ്കിലും ഇപ്പൊ പറഞ്ഞ പോലെയാണ് വർത്താനം പറയാൻ അറിയാം, പക്ഷെ വർത്താനം പറയുന്ന എല്ലാവരും ആങ്കർ ആയിക്കൊള്ളണം എന്നില്ലല്ലോ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു സ്കില്ലുള്ള ആളെ അല്ല. ഇപ്പം ഇത് TV-യിൽ എന്നും വരുന്നത് കൊണ്ട് ഞാൻ എല്ലാ ദിവസവും ചോദിക്കാതെ എല്ലാവരുടെയും വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് കൊണ്ട് ആൾക്കാർക്കൊരു
പ്രത്യേകം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ മീനൂട്ടിയാണെന്ന് പറയാം. എനിക്ക് അവിടെ മാത്രമേ ആ സ്പേസ് ഉള്ളൂ. ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പൊ അവിടെ എനിക്ക് എന്തും വിളിച്ച് പറയാം. എന്ന് വെച്ചാൽ എന്റെ സ്ഥലമാണ്, എന്നെ ആൾക്കാർ അങ്ങനെ കാണാൻ. ഇപ്പം നമ്മുടെ വീട്ടിലെ കൊച്ചാണ്, അതുകൊണ്ട് എന്തെങ്കിലും അബദ്ധം പറ്റിയാലും നമുക്ക് തന്നെ അവളെ ശരിയാക്കി കൊടുക്കാം എന്നൊരു സ്പേസ് എനിക്കുണ്ട്. പക്ഷെ പുറത്ത് നമ്മളൊരു ഷോ ആങ്കർ ചെയ്യാൻ പോയാൽ അങ്ങനെയല്ല. അവിടെ നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആ ഷോയെ മൊത്തത്തിൽ ബാധിക്കും. അവിടെ ഞങ്ങളുടെ വീട്ടിലെ മീനൂട്ടി ഇല്ല. അവിടെ ഒരു ആങ്കർ ആയിട്ട് നമ്മൾ നിൽക്കുമ്പോൾ അതിന്റെ ബാധ്യത നമുക്കുണ്ട്. വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള സ്കില്ലൊന്നും എനിക്കില്ല. അതൊരു വേറെ തന്നെ സ്കില്ലാണ്. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ എനിക്ക് അറിയില്ല എങ്ങനെ ആൻസർ ചെയ്യണമെന്ന്. എനിക്ക് മിണ്ടാനേ അറിയൂ, ആങ്കർ ചെയ്യാൻ അറിയില്ല. മുന്നോട്ട് പോട്ടെ. ഇപ്പം പ്രൈവറ്റ് എന്നുള്ള ഒരു സിനിമയെ പറ്റിയിട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും, അല്ലെങ്കിൽ അത് അഷിത എന്നുള്ള കഥാപാത്രം നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മീനാക്ഷിക്ക് വളരെ പ്രിയപ്പെട്ടതാവുന്ന എന്തെങ്കിലും ഒരു സീനോ കാര്യങ്ങളോ, അല്ലെങ്കിൽ ഞാൻ ആ ഒരു സീൻ ചെയ്തതിൽ ഞാൻ ലൈക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ അങ്ങനെ ഒരു സീൻ ചെയ്തില്ല. അങ്ങനെ എടുത്ത് പറയാൻ എനിക്ക് ഒരുപാട് സീനുണ്ട്. പക്ഷെ എന്റെ ഡയറക്ടർ എന്നെ അതിന് സമ്മതിക്കില്ല. എന്നോട് പ്രത്യേകം പറഞ്ഞു അതിന്റെ കാര്യം വേണ്ടി പോരുത് അമ്മ, എനിക്കത് പറയണം എന്നുണ്ടെങ്കിൽ. പക്ഷെ സിനിമ ഒന്ന് കുറച്ച് കഴിയട്ടെ, എന്നിട്ട് ഞാൻ ഉറപ്പായിട്ടും പറയാം, വിശദമായിട്ട് സംസാരിക്കാം. കാരണം പ്രൈവറ്റിലെ മിക്ക സീൻസും എനിക്ക് അങ്ങനെയുള്ളതാണ്. കാരണം ബാക്കി ക്യാരക്ടേഴ്സിനെല്ലാം ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇത്രേ പറയാം എന്ന് വെച്ചാൽ വേറെ സിനിമകളിലൊക്കെ വരുമ്പം ആ ക്യാരക്ടർ വേറെ ചുറ്റുപാടുകളായിരിക്കും, അതിന്റെ ഇമോഷൻ വേറെ ആയിരിക്കും. പക്ഷെ അഷിത ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള തുറന്നു വിട്ടിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. ആ കൊച്ചിന് എന്നാ വേണേ സംസാരിക്കാം. ആ കൊച്ചിന് ഈ മാരാർ എന്ന് പറയുന്ന ക്യാരക്ടറിനോട് എന്ത് വേണേ പറയാം, അല്ലെങ്കിൽ എന്ത് വേണേ ചോദിക്കാം, എന്ത് പൊട്ടത്തരവും നമുക്ക് ചോദിക്കാന്ന് പറയുന്ന ഒരു ഫ്രീഡം ഉണ്ട്. അത് വേറെ ക്യാരക്ടറിൽ എനിക്കിതുവരെ അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയിട്ടില്ല. അപ്പം അഷിത ചോദിക്കുന്ന ഓരോ കാര്യങ്ങളും ആസ് എൻ ആക്ടർ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു അത് ചോദിക്കാനായിട്ട്. അത് കൊള്ളാലോ എന്നൊരു സംഭവം നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ. അതുകൊണ്ട് അതിൽ മിക്ക കാര്യങ്ങളും, പിന്നെ ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അതൊക്കെ വഴിയേ പറയാം. ഓക്കെ, അപ്പം പ്രൈവറ്റിന് ഓൾറെഡി പ്രേക്ഷകർ പ്രൈവറ്റിനെ സ്വീകരിച്ചു കഴിഞ്ഞു. ഇനിയും കൂടുതൽ ആൾക്കാരിലേക്ക് ആ സിനിമ എത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. സിനിമയ്ക്ക് അതിനുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് മീനാക്ഷിയെ കുറച്ചും കൂടി രസമുള്ള ഇതേപോലെയുള്ളതോ അല്ലെങ്കിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങളിൽ കാണാൻ കഴിയട്ടെ. പിന്നെ ഒരു ഫേസ്ബുക്ക് ജനറേഷൻ എന്നുള്ള രീതിക്ക് അവിടെയുള്ള എഴുത്തും പരിപാടിയൊക്കെ ഇങ്ങനെ തുറന്നുകൊണ്ട് പോകണം, അവിടെയും കാണാൻ പറ്റുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഒരുപാട് സമയം സംസാരിച്ചു. നല്ല മിണ്ടാൻ ഇഷ്ടമുള്ള കുട്ടിയുടെ കൂടെ കുറെ സമയം കഴിഞ്ഞു. താങ്ക് യു. എനിക്ക് ഒരുപാട് സന്തോഷം. ചേച്ചിയുടെ നല്ല നല്ല ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. താങ്ക് യു സോ മച്ച്.